അപ്പോൾ മഴ തോർന്ന സമയമാണ്. അപ്പോൾ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല മുരിഞ്ഞ കട്ട്ലറ്റും കൂടെ ഉണ്ടെങ്കിലോ അടിപൊളിയായിരിക്കും അല്ലേ? നമുക്കതൊന്ന് ഉണ്ടാക്കിയാലൊന്നാ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പിന്നെ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിന് ആവശ്യമായ പച്ചമുളക്, ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം, കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് ഒരു 30 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 50 ഗ്രാം വെളുത്തുള്ളി, എപ്പോഴും വെളുത്തുള്ളിയേക്കാളും കുറവായിരിക്കണം ഇഞ്ചി. പിന്നെ 1/4 കിലോ സവോള എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഗരം മസാല, 2 മുട്ട, ബ്രെഡ് ക്രംസിന് ആവശ്യമായിട്ടുള്ള ബ്രെഡും. ഇതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചാണ് അത് നമുക്ക് ചേർക്കാം. ഏകദേശം ഒരു 75% ആയിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് ചുമക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് ചെയ്ത് വെച്ച സവോള ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല. നമ്മളിപ്പോൾ ചേർത്ത മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ബീഫും കൂടെ ചേർക്കാം. നമുക്കിത് ബീഫ് മിക്സ് ചെയ്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഇളക്കി ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് പിന്നെ ഇത് ബീഫ് കട്ട്ലറ്റ് ആണോ? അടിപൊളി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പിന്നെ പൊട്ടറ്റോ ഞാൻ വെക്കാം. കട്ട്ലറ്റിന് വേണ്ട കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ടയുടെ വെള്ള, 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കോൺഫ്ലവർ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. മൂന്നാമത്തെയാണ്. ഞങ്ങൾ ഈ കട്ട്ലറ്റ് ഫ്രോസൺ ചെയ്ത് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുക, എന്നിട്ട് ഒരു ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിൽ വയ്ക്കുക. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇത് 2 മാസം കഴിഞ്ഞാൽ പോലും ഒന്നും സംഭവിക്കില്ല. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്കെടുത്ത് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അങ്ങനെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ജോക്കുട്ടനെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് വെക്കാം. ജോക്കുട്ട വന്നേ, കുഞ്ഞ് അതൊന്ന് കഴിച്ചു നോക്കി.
എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, സോഫ്റ്റ് ആണ്, ക്രിസ്പി ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ടാറ്റാ.